ഇത്രയും സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ചെയ്ത വീഡിയോ നല്ല രീതിയിൽ കൊണ്ടതുകൊണ്ടായിരിക്കാം അതിനുള്ളൊരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിയാക്ടിങ് വീഡിയോ. നല്ല രീതിക്ക് കൊണ്ട് ഇങ്ങനെ ചൂടാവുന്നുണ്ട്, കത്തി കയറുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് കണ്ട പേടിച്ച് അങ്ങ് എത്തിപ്പോയി. നമുക്ക് വീഡിയോ ഒന്ന് കേട്ടോക്കാം. സ്വന്തം ഭാര്യയെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളി വിട്ടൊരു മഹാൻ ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. മെഹനാസ് ഒന്ന് കേട്ടോക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പോസ്റ്ററാണ്. ജനം ടിവിയിലാണ് ഇത് വന്നേക്കുന്നത്. 11 വയസ്സുകാരിയെ അപമാനിച്ചു ഒളിവിൽ കഴിയുന്ന യൂട്യൂബർ ഖാദർ കരിപ്പൊടിക്കെതിരെ പോസ്റ്റർ. ജനം ടിവിയെ പോലുള്ള ഒരു വർഗീയ ചാനലിനെ കൂട്ടുപിടിച്ച് ഉണ്ടാക്കുന്ന കഥ നീ വീഡിയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. നിന്റെ ക്വാളിറ്റി ക്വാളിറ്റിയോ? ഏതാ ക്വാളിറ്റി? അതിൽ നീ എന്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് നീ തെളിയിക്കും. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് ഒരുപാട് മീഡിയാസിൽ ഇങ്ങനെ പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കണ്ട പോസ്റ്ററിൽ 2 ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചത് ജസ്റ്റ് ഒന്ന് എൻ്റെ ആ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു. വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അത് വായിച്ചു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ആരും വീഡിയോ ചെയ്തത് തെറ്റാണ്, ആ പോസ്റ്ററിൽ വന്നത് തെറ്റാണ്, റോങ് ആണെന്ന് പറഞ്ഞിട്ട് അത് സത്യം തന്നെയാണെന്നാണ് ഞാനും പറഞ്ഞത്. നിൻ്റെ വീഡിയോയിൽ നീ പറഞ്ഞത് സത്യം എന്നാണ് ഞാനും പറഞ്ഞത്. നിനക്കറിയാം അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെന്ന്. അതന്നെയല്ലേ ഞാനും പറഞ്ഞത് സത്യമാണ്. അതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞിട്ട് മുത്തുമണിയെ തെറ്റിദ്ധരിക്കില്ല കുട്ടാ. എന്നെ വെല്ലുവിളിക്കുന്നു. നീ ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ പിള്ളേർ വർത്താനം പറയണ പോലെ ഒറ്റക്ക് തന്തൊക്കെയുള്ള 10 തന്തൊക്കെയുള്ള വർത്താനം, ചെറിയ പിള്ളേർ പറയുന്ന പോലത്തെ ഒരുമാതിരി വർത്താനം പറഞ്ഞിട്ട് നോക്കി ഒറ്റക്ക് തന്തോ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനൊന്നും നോളജ് ഇല്ല. ഇവരൊക്കെ പറയണ കാര്യങ്ങൾ നോക്കിയ വീഡിയോ നല്ല രീതിക്ക് കൊണ്ട് ഓൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അത് തിന്നാനാണ് വരുന്നത്, സ്ക്രീനിൽ തിന്നാനാണ് വരുന്നത്. ആ സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിന്ന് തീർത്തേനെ സത്യം പറഞ്ഞെങ്കിൽ. എന്നിട്ട് ഒറ്റക്ക് തന്തക്ക് വെറുതാണെന്നുണ്ടെങ്കിൽ ഉളുപ്പില്ലേ പോയി അങ്ങനെയൊക്കെ പറയാൻ ഞാനൊന്നും പറയുന്നില്ല. നിന്റെ കേസ് അങ്ങനെയല്ല. ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാക്കുക. പ്രണയിച്ച് കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവും. അതാണായവർക്ക് കുട്ടികളുണ്ടാവും. ചിലപ്പോൾ നിന്നെ പോലത്തെ ആൾ ചില സമയം എങ്ങനെ കല്യാണം കഴിച്ചാലും കുട്ടികളില്ലാതിരിക്കണം. എന്തെങ്കിലും കുറവുകൊണ്ടായിരിക്കും ഡോക്ടറെ കാണിക്കുക. എല്ലാത്തിനും സൊല്യൂഷൻ ഡോക്ടർ പറഞ്ഞുതരും. ആരെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് ടെൻഷൻ ആവണ്ട. സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, അല്ലാണ്ട് കണ്ടവൻ്റെ ഭാര്യൻ്റെ കൂടെ പോയിട്ട് കുട്ടി ഉണ്ടായതല്ല. ഓക്കെ. എന്നിട്ട് ലഹരി അടിച്ചിട്ട് ആ പെൺകുട്ടിയെ എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങോട്ട് ഉപദ്രവിക്കാം. ലഹരി അടിച്ചിട്ട് എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപദ്രവിക്കാന്ന്. ഇങ്ങോട്ട് വരില്ല, കുറച്ച് അങ്ങോട്ട് നിന്നിട്ട് സംസാരിക്കും. നല്ല രീതിയിൽ കഞ്ചാവിന്റെ സ്മെല്ല് മണക്കുന്നുണ്ട്. കുറച്ച് ആ ഒരു ഗ്യാപ്പ് കിട്ടെങ്കിൽ ആ സ്മെല്ല് അങ്ങോട്ട് പോയാൽ ആ പെൺകുട്ടിയുടെ ചിലവ് തിന്നോ കഴിയുക. എന്നിട്ട് അവസാനം ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടും. സുബ്ഹാനല്ലാഹി റബ്ബേ. ഓന്റെ ഭർത്താനതാ സംഭവം വീടാണോ നല്ല രീതിക്ക് കൊണ്ട് അതിൻ്റെ ആ ഒരു റിയാക്ഷൻ നമുക്ക് ഈ വീഡിയോ തന്നെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞ കാര്യം പറഞ്ഞ് എന്നെ പൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുമാതിരി വർത്താനം പറഞ്ഞു. അതൊക്കെ ഈ പറയുന്നത് മൊത്തം ഇല്ലാത്ത കഥകളാണ്. അതാണെങ്കിലും നീ തെളിയിക്ക്. ഞാൻ നിങ്ങളെപ്പോലെ കണ്ടവൻ്റെ ഭാര്യേൻ്റെ കൂടെ പോയിട്ട് കൊച്ചിനുണ്ടാക്കിയതൊന്നുമല്ല, എൻ്റെ സ്വന്തം ഭാര്യേൻ്റെ കൂടെയാണ്. മനസ്സിലായോ? പിന്നെ നിങ്ങളെപ്പോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ വിളമ്പലുമില്ല, ചെയ്യലുമില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. ഓക്കെ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ആരെന്നുള്ളത് സാവധാനം നമുക്കെല്ലാം കൊണ്ടുവരാം. നമുക്ക് ഒന്നിന്ന് വേണമെങ്കിൽ തുടങ്ങാൻ കുഴപ്പമില്ല. പക്ഷേ നീ ഇപ്പം ഫ്ലൈറ്റ് മാറ്റാതെ ആ ഒരു രീതിയിൽ സംസാരിക്കും. നീ എന്തിനാ ഇങ്ങനെ അമ്മാതിരിയിലേക്ക് പോകണമെന്തിനാ? ഈ ഒരു ഞാൻ പറഞ്ഞേക്കണ കാര്യങ്ങളിൽ നിനക്ക് സത്യം പറഞ്ഞാൽ കൊണ്ടില്ലേ? അതല്ലേ നീ ഇങ്ങനെ ഒരുമാതിരി ചൊറിയണം. സീനില്ല. ഓക്കെ, സെറ്റാക്കാം. നമുക്ക് അടുത്ത് പോരട്ടെ.